സിനിമാ രംഗത്തെ തിലകൻ ചേട്ടൻ്റെ അനുഭവങ്ങൾ, പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ തിലകൻ ചേട്ടന് സിനിമാ രംഗത്തെ പറ്റി പറയാനുണ്ടാവും. എന്നാൽ അതിനേക്കാളൊക്കെ ഒരുപാടേറെ പറയാനുണ്ടാവും തിലകൻ ചേട്ടന് നാടകരംഗത്തെ അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളെക്കുറിച്ച്. എന്തുകൊണ്ടെന്നാൽ അദ്ദേഹം തൻ്റെ കലാജീവിതം ആരംഭിക്കുന്നത് നാടകത്തിൽ നിന്നാണ്. അദ്ദേഹത്തിൻ്റെ നാടകരംഗത്ത് ഏറ്റവും അടുത്ത് പ്രവർത്തിച്ചിട്ടുള്ള അദ്ദേഹത്തിൻ്റെ 2 സുഹൃത്തുക്കൾ ഇന്ന് ഈ വേദി പങ്കിടാൻ നമ്മോടൊപ്പം ഇവിടെ എത്തിയിട്ടുണ്ട്. അവരെ ഞാൻ ഹൃദയപൂർവ്വം ഈ വേദിയിലേക്ക് ക്ഷണിക്കട്ടെ. ശ്രീ ജോസ് ആലഞ്ചേരിയും ശ്രീ GV ആനിക്കാടനും. GV ആനിക്കാടനെയും ജോസ് ആലഞ്ചേരിയും വിളിക്കണം എന്ന് പറഞ്ഞു. തിലകൻ ചേട്ടൻ ആകെ 2 പേരുടെ പേരെ പറഞ്ഞിട്ടുള്ളൂ അങ്ങനെ വിളിക്കാൻ. എന്തായിരിക്കും തിലകൻ ചേട്ടൻ അങ്ങനെ പറയാൻ കാരണം? ആ ചോദ്യത്തിന് തിലകൻ ചേട്ടന് വ്യക്തമായ ഉത്തരവുണ്ട്. പക്ഷേ എനിക്ക് കേൾക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാണ്. എന്തുകൊണ്ടായിരിക്കും തിലകൻ ചേട്ടൻ ഈ 2 പേരുടെ പേര് പറയാൻ കാരണം? 1958 തുടങ്ങിയതാണ് ഞങ്ങളുടെ സ്നേഹബന്ധം. തിലകൻ സംവിധാനം ചെയ്ത 2200 നാടക സ്റ്റേജുകളിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. ഇദ്ദേഹത്തിന് ആ ചേട്ടൻ എന്താണ് പറയാനുള്ളത്? 3 വർഷം ഞാനും തിലകനുമായിട്ട് ഒന്നിച്ച് ഗീത ആർട്സ് ക്ലബ്ബിൽ സഹകരിച്ചിട്ടുണ്ട്. മണ്ണ്, രശ്മി, പിന്നെ സീമ, പാലമപകടത്തിൽ ലഹരി. അതെ, ഇതെല്ലാം കൂടെ ഞങ്ങൾ പിന്നെ എങ്ങനെയായാലും ആ കാലത്ത് ഒന്നാമതേ ഈ നാടക ട്രൂപ്പുകൾ വളരെ കുറവായിരുന്നു. പക്ഷേ നാടകത്തിൻ്റെ സ്റ്റേജ് ക്രാഫ്റ്റ് എന്താണെന്ന് അറിയാവുന്ന എഴുത്തുകാരായിരുന്നു, നല്ല നടന്മാരായിരുന്നു. ഈ ഒരു ഡയലോഗ് ഈ രീതിയിൽ പറഞ്ഞാൽ അതിന് റിയാക്ഷൻ പ്രേക്ഷകരിൽ നിന്നുണ്ടാകും എന്ന് മനസ്സിലാക്കാൻ കഴിവുള്ള കഥാകൃത്തുക്കളായിരുന്നു. KT മുഹമ്മദ് പോലെ. അതെ, PG ആന്റണി സാറിൻ്റെ ആളായിരുന്നു ഞങ്ങൾ. ആന്റണി ചേട്ടൻ വളരെയേറെ ശ്രദ്ധിച്ചിരുന്ന് എഴുതിയ കഥകളാണ് ഇതെല്ലാം. ഞങ്ങൾ 3 കൊല്ലം ഞങ്ങൾ ഒന്നിച്ച് സഹകരിച്ചു. എനിക്ക് തിലകനെ പറ്റി പറയാനുള്ളത്, ഫ്രാങ്കായിട്ട് പറയുകയാണെങ്കിൽ, പുറമേ ഒരു മുരടിച്ച സ്വഭാവമുള്ള മനുഷ്യൻ. പക്ഷേ എന്താണെന്ന് എനിക്കറിയാൻ പാടില്ല. അത് ഹെറിഡിറ്ററി ആയിട്ട് അങ്ങനെ വന്നതായിരിക്കാം. ഏതായാലും അതേസമയം സ്റ്റേജിൽ ഇത്രയും നല്ല ഒരു സുഹൃത്ത് ഞാൻ ഒരുപാട് പേരുടെ കൂടെ അഭിനയിച്ചിട്ടുണ്ട്. ചാച്ചപ്പന്, അലിമൂടനൊക്കെ ഞങ്ങളുടെ ഉണ്ടായിരുന്നു, ലളിതേ ഉണ്ടായിരുന്നു. പക്ഷേ ഒരു കഥാപാത്രത്തെ, അതായത് കഥാകൃത്ത് ഭാവനയിൽ കാണുന്ന ആ കഥാപാത്രത്തെ എത്ര കണ്ട് വികാര നിർഭരമായിട്ട് പ്രേക്ഷകൻ്റെ മനസ്സിൽ അടിച്ചേൽപ്പിക്കാൻ സാധിക്കുമോ അത് അങ്ങേയറ്റം സ്റ്റഡി ചെയ്ത് അവതരിപ്പിക്കാൻ കഴിവുള്ള ഒരു നടനാണ് തിലകൻ എന്നുള്ളത് ഇപ്പം സിനിമയിൽ വന്നു കഴിഞ്ഞപ്പം എല്ലാവരും സമ്മതിക്കുന്ന എനിക്ക് തോന്നുന്നത്. തിലകൻ എടുക്കുന്ന ഒരു കഥാപാത്രത്തെ മറ്റൊരാൾ എടുത്താൽ അത്രയും ശരിയാകുമോ എന്ന് എനിക്ക് സംശയം. ഞങ്ങൾക്ക് സംശയമില്ല, ശരിയാവില്ല. എങ്കിൽ നല്ല കാര്യം. പിന്നെ വേറൊരു കാര്യം പറയാം. ഇദ്ദേഹവും ഞാനും കൂടെ 64-ൽ പാർക്കലാം എന്ന് പറയുന്നൊരു നാടകം കളിച്ചു. നാടകം എഴുതിയത് ഞാനാണ്. ശരി. കാരണം കാമരാജ് നാടാർ കേരളത്തിൽ വന്നപ്പോൾ കോൺഗ്രസ്, ഇവിടുത്തെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്പ്ലിറ്റായി. അപ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ 2 കൂട്ടരും പറഞ്ഞ പരാതി കേട്ടിട്ട് ഇദ്ദേഹം പറഞ്ഞു പാക്കലാം. അതാണ് നാടകം. അദ്ദേഹം അത് മാത്രമേ പറഞ്ഞുള്ളൂ. പാർക്കലാം അന്നത്തെ ഒരു ഫേമസ് ആയിരുന്നു അത്. അങ്ങനെ ആ നാടകം ഞങ്ങൾ ക്യാമ്പിൽ വെച്ചിട്ട് റിഹേഴ്സൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിനകത്ത് പാട്ട് എഴുതണം, പാട്ട് ട്യൂൺ ചെയ്യണം. തിലകൻ ചേട്ടൻ അങ്ങനെ ചെയ്തതായിട്ട് കേട്ടിട്ടുണ്ട്. ഞങ്ങൾ 2 കൂടെ ചെയ്തേ. ശരി. അതെങ്ങനെയാണെന്ന് വെച്ചാൽ എന്നോട് ഇദ്ദേഹം പറഞ്ഞപ്പോൾ പാട്ട് ആരെഴുതും? നമ്മൾ ആശാൻ എഴുതില്ലേ? ഞാൻ കുറച്ചൊക്കെ എഴുതും. ട്യൂൺ ആര് ചെയ്യും? ഞാൻ ചെയ്യാം. അപ്പോൾ എന്നോട് പുള്ളി സംഗീതം പഠിച്ചിട്ടുണ്ടോ? ഞാൻ പറയാം എനിക്കറിയാൻ വയ്യ, എനിക്ക് സാപ്പാസായി അറിയാൻ വയ്യ, ഒന്നും അറിയാൻ പാടില്ല. പിന്നെ അങ്ങനെ ട്യൂൺ ചെയ്യും? ഹിന്ദി പാട്ടല്ലേ ഉള്ളത്, നല്ല ഒന്നാമത്. എനിക്ക് അന്നത്തെ ഹിന്ദി പാട്ട് മിക്കതും അറിയാം. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഒരു ട്യൂൺ ഇടാൻ പറഞ്ഞു. അപ്പം ഞാനൊരു ട്യൂൺ ഇട്ടു. തും ആജ് മേരെ സംഗ് ഹസ് ലോ, തും ആജ് മേരെ സംഗ് ഗാലോ, और हंसते गाते इस जीवन की उलझी राह संवारो. ഈ കോൺഗ്രസ് ഒരു മഹാവണ്ടർ, ഇതിലേറെ മഹാന്മാരുണ്ട്.
ഇതിനിടയ്ക്കു കുത്തിത്തിരിപ്പു കണ്ടാൽ ഉടനടി അവനൊരു സസ്പെൻഡ്. ഈ കോൺഗ്രസ് ഒരു മഹാവണ്ടർ. ഇന്നും നടക്കുന്നതാണ്. 40 കൊല്ലം ഇതിനിടയ്ക്ക് മുമ്പ്. കുത്തിത്തിരിപ്പ് കണ്ടാൽ ഉടനവൻ ഒരു സസ്പെൻഡ്. ഈ കോൺഗ്രസ് ഒരു മഹാവണ്ടർ. ഞങ്ങൾ അതെ, ട്യൂൺ ചെയ്താ. അവിടുത്തെ കുത്തിത്തിരിപ്പ് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല എന്ന് 45 കൊല്ലം മുമ്പ് ഞങ്ങൾ പാടിയതിൻ്റെ അവശിഷ്ടമാണ് ഇന്ന് നടക്കുന്നത്. ആസിഡ് ബൾബുകളുടെ മുമ്പിൽ നിന്ന് ഞങ്ങൾ നാടകം കളിച്ചിട്ടുണ്ട്, രാഷ്ട്രീയ നാടകങ്ങൾ. ചുറ്റും ആസിഡ് ബൾബാണ്. എറിയാൻ നിൽക്കണം. എറിയാൻ നിൽക്കുക. ഞങ്ങൾക്കറിയാം എറിയുമെന്ന്. ഞങ്ങളോട് വന്ന പ്രവർത്തകർ പറഞ്ഞ് നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ കളിക്കുക, ഒരുത്തനും എറിയത്തില്ല എന്ന്. ഞങ്ങൾ കയറി നിന്ന് കളിക്കും. ഏത് നാടകമായിരുന്നു അത്? പിന്നെ പല നാടകങ്ങളും, ഈ രാഷ്ട്രീയ നാടകങ്ങൾ പലതും. ഏറ്റവും അവസാനത്തെ അനുഭവം എന്ന് പറയുന്നത് പിന്നെ കാളരാത്രി എന്ന് പറയുന്ന നാടകം, രാജൻ കേസ്. ഓഹോ, രാജനെ കൊന്ന കേസുണ്ടല്ലോ, അത് കളിച്ചപ്പോഴാണ്. കാളരാത്രി തന്നെയാണ് അല്ലേ ശരിക്കും ചെയ്യുന്നത്. രശ്മി നാടകം ഞങ്ങളെ കൊണ്ട് കളിപ്പിച്ചിട്ടില്ല. തീരുന്ന സമയം വരെ തെറിയ. തീരുന്ന സമയത്താണ് ഈ പറഞ്ഞവരെല്ലാം, അനാവശ്യം പറഞ്ഞവരെല്ലാം വന്ന് തിലകൻ്റെ മാപ്പ് പറയും, ഞങ്ങളുടെ എല്ലാം വന്ന് മാപ്പ് പറയും.